നീറ്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലോട്ട് കടക്കുമ്പോൾ ഒടുവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ നിന്നും 2 അധ്യാപകർ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വന്ന അറസ്റ്റുകളുമായി ചേർത്ത് വായിക്കുമ്പോൾ ബീഹാറിൽ നിന്ന് ഒരുപാട് പേര് അറസ്റ്റിലായി, ജാർഖണ്ഡിൽ നിന്ന് അറസ്റ്റ് വന്നു, അതുപോലെ തന്നെ ഇപ്പോൾ അത് മഹാരാഷ്ട്രയിലോട്ട് കൂടി നീണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് പ്രകാരം ഇനി റീനീറ്റിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു റീനീറ്റിലോട്ട് പോകുവാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല 1563 സ്റ്റുഡൻസിൻ്റെ ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട സ്റ്റുഡൻസിൻ്റെ റീ എക്സാം ഇന്ന് നടന്നു. അവർക്ക് വീണ്ടും ഇനിയിപ്പോൾ റീടെസ്റ്റ് പോവുകയാണെങ്കിൽ എല്ലാവർക്കും വീണ്ടും എഴുതേണ്ടി വരുമല്ലോ. അവർക്ക് മൂന്നാമതൊരു ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്സാം സ്റ്റേ ചെയ്യണമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിലോട്ട് സ്റ്റുഡൻസ് പോയിരുന്നു. പക്ഷേ അത് സ്റ്റേ ചെയ്തിട്ടില്ല. അവർക്ക് എക്സാം ഇന്ന് നടന്നു. മാത്രമല്ല കൗൺസിലിംഗ് പ്രോസസ്സുമായി മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു തീരുമാനത്തിനും സ്റ്റേ ചെയ്യണമെന്നുള്ള രീതിയിൽ കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അതും സ്റ്റേ ചെയ്തിട്ടില്ല. എന്ന് പറയുമ്പം ഇനിയിപ്പം റീനീറ്റ് ഇന്ന് നടന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗിലോട്ട് പോകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ റീനീറ്റിൻ്റെ പോസിബിലിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ നേരത്തെകളിലുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പം അത് CBI ഏറ്റെടുത്തിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ. മഹാരാഷ്ട്രയിലോട്ട് അറസ്റ്റ് നീണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പം ഒരു വൈഡർ തലങ്ങളിലോട്ട് അത് പോവുകയാണെങ്കിൽ മാസ് പേപ്പർ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് റീനീറ്റ് അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ അവിടെ പോസിബിൾ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ വെള്ളത്തിൽ മഷി കലക്കി കഴിഞ്ഞാൽ മഷി ഏത് വെള്ളം ഏത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെ ഇതിനകത്ത് ജെന്വൻലി പഠിച്ച് കയറിയ ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ അനർഹർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ റീനീറ്റ് അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആസ് എ പ്രിക്കോഷണറി മെഷർ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം ഇൻവെസ്റ്റിഗേഷൻ നീളുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. മാത്രമല്ല സുപ്രീം കോർട്ടിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് ജൂലൈ 8 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെയുള്ള ഒരു സമയം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ